അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെടുന്നത്. നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത, നമുക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത മരണം. പക്ഷേ ഈ ഒരു മരണം കണ്ടു നിന്നവരൊക്കെ അൽഹംദുലില്ല എന്ന് പറയുന്ന മരണം. ഇന്ന് അസറിന് ബാങ്ക് വിളിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞു പൂർത്തിയാക്കി കുഴഞ്ഞു വീണ് ഒരു മരണം. ഇന്ന് ഈ മരണം കാരണം ഈ ദുനിയാവിലെ ലോകത്ത് കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും സങ്കടമുണ്ടാക്കും. പക്ഷേ അള്ളാഹു ആ മനുഷ്യന് കൊടുത്ത ഭാഗ്യമൊന്ന് നിങ്ങൾ നോക്കിയേ. മഹദിനിമാരുടെ മരണം ഹദീസിലൊക്കെ കാണാം. ഇതൊരു നേരിട്ടുള്ള അനുഭവം നമുക്കൊക്കെ കാണിച്ചു തന്നാണ് ആ ഒരു ഉസ്താദ് വഫാത്തായത്. ദുനിയാവിൽ പലർക്കും സങ്കടമുണ്ടാകാം, പക്ഷെ അദ്ദേഹം മരണപ്പെട്ടതൊന്ന് നിങ്ങൾ നോക്കിയേ. അതിനു മുമ്പ് നിങ്ങൾ ഈ ബാങ്ക് ഒന്ന് കേട്ടു നോക്ക്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ ഒരു മരണം! അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് മരണം. ഇന്ന് മരണമെന്ന് കേൾക്കുമ്പോഴേ ഞെട്ടലാണ്. അങ്ങനെയുള്ള മരണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു മരണം എത്ര മനോഹരമായ മരണം! കണ്ടിങ്ങനെ നോക്കി തരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു യാസീൻ വീതം ഓതണം. കർണാടകയിലെ അബ്ദുൽ ലത്തീഫ് മാദിനി ഉസ്താദിന് പടച്ചറബ്ബ് അവരുടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ, ഒരു മക്കളെയല്ല, എല്ലാ മക്കളെയും നമ്മൾ മുത്തഅല്ലിമാക്കണം. മുത്തഅല്ലിമാക്കിയാലുള്ള ഗുണം നമുക്ക് ഈ ദുനിയാവിലും ആഹിറത്തിലും അത് അനുഭവിക്കാൻ സാധിക്കും. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഓരോ യാസീൻ വീതം ഓതി മാദിനി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.